ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങൾക്കും ബ്രഹ്മോസ് ആക്രമണത്തിനും ഒപ്പം തന്നെ നിന്ന ഒന്നാണ് ഇന്ത്യയുടെ തദ്ദേശീയമായി നിർമ്മിച്ച K9 വജ്ര. ദക്ഷിണ കൊറിയയുടെ പീരങ്കിത്തോക്കിന്റെ ഇന്ത്യൻ പതിപ്പായ K9 വജ്ര ഇന്ത്യയുടെ ഭൂപ്രകൃതിയിൽ പരമാവധി ഫലപ്രദമായി പ്രവർത്തിക്കുന്ന ഒരു പീരങ്കിത്തോക്കാണ്. ചൈന പാകിസ്ഥാൻ അതിർത്തികളിൽ പ്രതിരോധം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സമീപകാലത്തെ ഏറ്റവും വലിയ ആർട്ടിലറി ആധുനീകരണ പദ്ധതിക്ക് ഒരുങ്ങുകയാണ് ഇന്ത്യൻ സൈന്യം. ഏകദേശം 23,000 കോടി രൂപ ചെലവിൽ 300-ൽ അധികം K9 വജ്ര സെൽഫ് പ്രൊപ്പൽ ഹോവിറ്റ്സർ പീരങ്കികൾ അധികമായി വാങ്ങാനുള്ള നീക്കത്തിലാണ് രാജ്യം. ഇത് സംബന്ധിച്ച സുപ്രധാന നിർദ്ദേശം ഈ ആഴ്ച തന്നെ ഡിഫൻസ് പ്രോക്യൂർമെന്റ് ബോർഡിന്റെ പരിഗണനയ്ക്ക് സമർപ്പിച്ചേക്കുമെന്ന് പ്രമുഖ പ്രതിരോധ വൃത്തങ്ങൾ സൂചിപ്പിച്ചു. പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് ദക്ഷിണ കൊറിയൻ കമ്പനിയായ ഹൻവ എയറോസ്പേസുമായുള്ള സാങ്കേതിക പങ്കാളിത്തത്തോടെ ഇന്ത്യയിൽ K9 വജ്ര നിർമ്മിക്കുന്ന പ്രമുഖ ആഭ്യന്തര കമ്പനിയായ ലാർസൺ ആൻഡ് ടൂബ്രോക്ക് ഈ കരാർ കൈമാറും. പുതിയ ഈ ഓർഡർ യാഥാർത്ഥ്യമാകുന്നതോടെ ഇന്ത്യൻ സൈന്യത്തിന്റെ പക്കലുള്ള ആകെ K9 വജ്ര പീരങ്കികളുടെ എണ്ണം 500-ലും അധികമാകും. യുദ്ധഭൂമിയിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ ഏറ്റവും വിശ്വസ്തമായ അത്യാധുനിക പീരങ്കി സംവിധാനങ്ങളിൽ ഒന്നാണ് K9 വജ്ര. ഈ പീരങ്കികൾക്ക് 40 കിലോമീറ്ററിലധികം അകലെയുള്ള ശത്രു ലക്ഷ്യങ്ങളെ കൃത്യതയോടെ തകർക്കാൻ കഴിയും. പെട്ടെന്ന് വെടിയുതിർത്ത ശേഷം അവിടെ നിന്നും അതേ വേഗതയിൽ സ്ഥാനം മാറാനുള്ള ഇതിന്റെ ഷൂട്ട് ആൻഡ് സ്കൂട്ട് ശേഷിയും ശത്രുക്കളുടെ തിരിച്ചടിയേറ്റുള്ള നാശനഷ്ടങ്ങൾ കുറക്കാൻ സഹായിക്കുന്നു. ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ ഇതൊരു സവിശേഷ ഘടകമാണ്. കവചിത സംരക്ഷണവും ഉയർന്ന വേഗതയുമുള്ള ഈ പീരങ്കികൾ മരുഭൂമിയിലും ലഡാക്ക് പോലുള്ള ഉയർന്ന മലകളിലും ഒരേപോലെ ഉപയോഗിക്കാം. ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെയുള്ള സമീപകാല സൈനിക നീക്കങ്ങളിൽ നിന്നും ഉൾക്കൊണ്ട പാഠങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ദീർഘദൂര പ്രഹരശേഷി വർദ്ധിപ്പിക്കാൻ പ്രതിരോധ മന്ത്രാലയം തീരുമാനിച്ചത്. ചൈനയുമായുള്ള നിയന്ത്രണ രേഖയിലും പടിഞ്ഞാറൻ അതിർത്തിയിലും ഒരേ സമയം പ്രതിരോധം തീർക്കാൻ ഇത്തരമൊരു പീരങ്കി സംവിധാനം അത്യന്താപേക്ഷിതമാണെന്ന് സൈന്യം വിലയിരുത്തുന്നുണ്ട്. ഇതിനു മുൻപ് 2017-ൽ 4,500 കോടി രൂപയ്ക്ക് 100 പീരങ്കികൾ വാങ്ങാനായിരുന്നു ആദ്യത്തെ കരാർ. തുടർന്ന് 2023 ഡിസംബറിൽ 7,600 കോടി രൂപയുടെ രണ്ടാമത്തെ കരാറും രാജ്യം പൂർത്തിയാക്കി. കഠിനമായ തണുപ്പിലും ഉയർന്ന മലനിരകളിലും K9 വജ്ര വിജയകരമായി പരീക്ഷിച്ചതോടെയാണ് ചൈനീസ് അതിർത്തിയിൽ ഇവ കൂടുതലായി വിന്യസിക്കാൻ ഇന്ത്യൻ സൈന്യം തീരുമാനിച്ചത്. പാകിസ്ഥാൻ, ചൈന എന്നീ രാജ്യങ്ങളെ കൂടാതെ ബംഗ്ലാദേശും ഇപ്പോൾ ഇന്ത്യക്ക് ഭീഷണി ഉയർത്തുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് അടുത്ത കാലത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അയൽരാജ്യങ്ങളുടെ സൈനിക നീക്കങ്ങൾക്കെല്ലാം തന്നെ ശക്തമായ രീതിയിൽ മറുപടി നൽകാൻ ഇപ്പോഴത്തെ ഈ പുതിയ പ്രതിരോധ കരാർ ഇന്ത്യയെ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ.